വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഒരു വലിയ വാർത്ത ഇപ്പൊ വരുന്നുണ്ട്. വലിയ വാർത്ത എന്ന് പറഞ്ഞാൽ ആ, വലിയ വാർത്ത തന്നെയാണ്. കാരണം പാക് പ്രധാനമന്ത്രി വധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് താലിബാൻ എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എല്ലാവരും പറയുന്നതാണല്ലോ, പാക് പ്രധാനമന്ത്രിയെ താലിബാൻ വധിക്കും, അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ അസീം മുനീറിനെ വധിക്കും എന്നൊക്കെ നമ്മൾ വാർത്ത കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോ ഒരു പടി കൂടെ കടന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിയിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഈ താലിബാൻ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ മൊത്തത്തിൽ വിറച്ചുപോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ താലിബാനെ മൊത്തത്തിൽ വ്യോമാക്രമണം നടത്തി തകർത്ത് കളയുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ നീക്കം. ഒരുപാട് താലിബാനികൾ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും താലിബാൻ അതൊക്കെ നിഷേധിക്കുന്നുണ്ട്. ഇപ്പോഴിതാ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ്. താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് എന്ന്. ഷഹബാസ് ഷെരീഫ് ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ? ഒരു ഹെഡിങ് കാണുമ്പോൾ ഒരുപക്ഷെ വ്യോമാക്രമണം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. കാരണം ഇത്രയൊക്കെ വ്യോമ സംവിധാനം അഫ്ഗാനിസ്ഥാൻ ഉണ്ടോ, വ്യോമ വിമാനം ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത പാക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് 5 കിലോമീറ്റർ അടുത്താണ് ഈ വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. നമ്മൾ ഇതിന് സമാനമായ ഒരു നീക്കം മുൻപ് കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അന്ന് ആദ്യത്തെ ദിവസം രാത്രിയിൽ തന്നെ ഇന്ത്യയുടെ അതിമാരകമായ ഒരു മിസൈല് ഈ ഷഹബാസ് ഷെരീഫ് താമസിക്കുന്ന അവരുടെ ഒഫീഷ്യൽ ബംഗ്ലാവിന്റെ 20 കിലോമീറ്റർ അടുത്ത് അയച്ചിരുന്നു. ഇത് ശരിക്കും നമ്മൾ ആ 20 കിലോമീറ്റർ അകലെ കൊണ്ട് ആ മിസൈൽ പതിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ലക്ഷ്യം തെറ്റിയതല്ല, പകരം അതൊരു മുന്നറിയിപ്പാണ്. ഞങ്ങൾക്ക് ഇവിടെ വരെ എത്താൻ കഴിയുമെങ്കിൽ അവിടെ എത്താനും ഞങ്ങൾക്ക് വലിയ ദൂരമില്ല എന്നുള്ളത് അറിയിക്കാൻ ഒരു മുന്നറിയിപ്പാണ്. ഇവിടെ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് 5 കിലോമീറ്റർ അടുത്താണ് ഈ ഡ്രോൺ ആക്രമണം. ഇന്നലെ മുതൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം, അഫ്ഗാനിസ്ഥാൻ പറഞ്ഞത് ഞങ്ങൾ കനത്ത വ്യോമാക്രമണം തുടങ്ങിയെന്നാണ്. വ്യോമാക്രമണം, ഡ്രോണിന്റെ ആക്രമണം അത്തരത്തിൽ തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. 100 കണക്കിന് ഡ്രോണുകളാണ് ഇന്നലെ പാകിസ്ഥാനിലേക്ക് പറന്ന് ഉയർന്നത്. ഇത് ചില അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ആക്രമണ രീതിയാണ് അഫ്ഗാനിസ്ഥാന്റെ ഇപ്പോൾ. കാരണം ഈ മുൻപ് നമുക്ക് ഇവർക്ക് നേർക്കുനേർ നിന്ന് പോരാടുകയായിരുന്നു ഡ്യൂറന്റ് ലൈൻ അടക്കം ഈ പാക് അഫ്ഗാനിസ്ഥാൻ ബോർഡറിലെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് പുതിയ യുദ്ധതന്ത്രങ്ങളിലേക്ക് അഫ്ഗാനിസ്ഥാൻ മാറുന്നു. അതായത് ഈ ഡ്രോണുകളും മറ്റും പറത്തുവിട്ടുള്ള ഒരു ആക്രമണ രീതി. ഇതിനു മുമ്പ് നമ്മുടെ ഈ മേഖലയിൽ ഡ്രോൺ പറത്തിയിട്ടുള്ള ഒരു ആക്രമണ രീതി നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഡ്രോണുകൾ, 100 കണക്കിന് ഡ്രോണുകൾ പറത്തിയിരിക്കുന്നു എന്നാണ്. ഇതിനിടയിൽ വൈദ്യുതി വിതരണം പാകിസ്ഥാനിൽ തടസ്സപ്പെട്ടതായിട്ട് ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. വൈദ്യുതി ഇടനാഴികളെല്ലാം തന്നെ ഈ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാകണം, കാരണം പാകിസ്ഥാന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കും, എന്നിട്ട് ഭയം നോടി ഖത്തറിലോ ഇല്ലെങ്കിൽ തുർക്കിയോ ഇല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ പോയിട്ട് സഹായം ചോദിക്കും, നിങ്ങൾ ഇടപെടണം, പ്രശ്നം അവസാനിപ്പിക്കണം എന്നുള്ളത്. ഇപ്പൊ ഏതായാലും സൗദിയും അല്ല ഖത്തറാണ് ഇപ്പോൾ ഇടപെടുന്നത് എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അഫ്ഗാനിസ്ഥാൻ ചർച്ചയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണ്. കാരണം സംഘർഷം ഉണ്ടാകുന്ന രാജ്യങ്ങൾ ചർച്ചയ്ക്ക് സമ്മതിക്കാറുണ്ട്. അതിനകത്ത് വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഞാനൊന്നും അത് കാണുന്നില്ല. കാരണം ഇതിനു മുമ്പുമൊക്കെ അതെല്ലാ രാജ്യങ്ങളും, റഷ്യ പോലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബോംബ് വാരി വലിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോഴും ചർച്ചയ്ക്ക് റെഡിയാണ് എന്നാ ചർച്ച എന്ന് ചോദിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് നമ്മൾ ലോകം കണ്ടിട്ടിരിക്കുന്നത്. അതൊരു ലോകത്തിന്റെ ഒരു നീതിയാണത്. ഏതായാലും 273 താലിബാനികളെ കൊന്നു എന്നാണ് പാക് സൈന്യം അവകാശപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ വലിയ രീതിയിൽ തന്നെ അവർ ആക്രമണം നടത്തുന്നുണ്ട്. ഈ 19 സൈനിക പോസ്റ്റ് ആയിരുന്നു ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇന്നൊരു 15 സൈനിക പോസ്റ്റോട് പിടിച്ചിട്ടുണ്ട്. അതായത് അതിർത്തികളെ സൈനിക പോസ്റ്റുകൾ പിടിക്കുന്നതിലാണ് ഇപ്പോൾ അവർ കൂടുതലും ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഖൈബർ പക്തൂൺ മേഖലയിലാണ് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത്. നമുക്കറിയാം, നേരത്തെ തന്നെ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഈ താലിബാന്റെ ബ്രാഞ്ചസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഖൈബർ പക്തൂൺ മേഖല. അവിടെ നേരത്തെ മുതൽ സംഘർഷമാണ്. അവിടെ ഇപ്പോൾ വലിയ രീതിയിൽ സംഘർഷം ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വലിയ സൈനിക സന്നാഹങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കാൻ അഫ്ഗാനിസ്ഥാൻ ധാരാളമാണ്. കാരണം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഈ പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ അവർക്ക് അനവധി പോക്കറ്റുകളുണ്ട്, അനവധി കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്ന് ഇവർക്ക് ആക്രമണം സംഘടിപ്പിക്കാൻ എളുപ്പമാണ്. ഇന്നലെ അഫ്ഗാന്റെ ഒരു മന്ത്രി പറഞ്ഞത് തങ്ങൾ ചാവേറുകളെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ചാവേറുകളെ കൊണ്ട് പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമാണ്. അതിന് വലിയൊരു സ്ട്രെയിൻ എടുക്കേണ്ട കാര്യങ്ങളില്ല അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച്. കാരണം അവരുടെ യൂണിറ്റുകൾ അനവധി ഈ പാകിസ്ഥാനിലുണ്ട്. തെഹ്രീക്കെ താലിബാനുണ്ട്, അതുപോലെ തന്നെ മതപരമായ സംഘടനകളുണ്ട്, അവരെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ള ഒരു സ്ഥലത്ത്. അത് മാത്രമല്ല, അഫ്ഗാനികൾ ധാരാളമായിട്ടുണ്ട് ഈ പാകിസ്ഥാനിൽ. ആ അഫ്ഗാനികളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കുറെ നാളായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് 10-20 ലക്ഷത്തിന് മുകളിലാണ് അവരുടെ എണ്ണം എന്നുള്ളതാണ്. അപ്പൊ ഇവരെ കൊണ്ടാണ് ഈ അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്താൻ ഒരുപക്ഷെ ഡ്രോൺ അതിർത്തി കടന്നാണോ വന്നത്, അതോ ഇനി പാകിസ്ഥാനിൽ വെച്ച് തന്നെ പറത്തിയ ഡ്രോൺ ആണോ എന്നുള്ളതും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല അവരുടെ ശത്രു എന്ന് പറയേണ്ടി വരും. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഖൈബർ പഖ്തൂൺ മേഖലയിലുള്ള ആ ഒരു സംഘർഷവും എല്ലാ ദിവസവും എപ്പോഴും തുടരുന്ന ഒരു കാര്യമാണ്. ഇതുകൂടാതെ തന്നെ നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്ത പോലെ പഞ്ചാബ് പ്രവിശ്യ അടക്കമുള്ളിടത്തെ ജനം പ്രക്ഷോഭത്തിലാണ്, പാക് അധിനിവേശ കാശ്മീരിലുള്ള ജനം പ്രക്ഷോഭത്തിലാണ്. ഇങ്ങനെ ആകപ്പാടെ ഈ നീറി പുകഞ്ഞ് കത്തി നിൽക്കുന്ന പാകിസ്ഥാനിലേക്കാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് വലിയ ആക്രമണം നടക്കുന്നത്. പക്ഷേ ഈ ആക്രമണം എനിക്ക് തോന്നുന്നില്ല ഒരു ചർച്ച കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നു. ആദ്യം അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ ഇതിൽ ഇടപെടാമെന്ന് പറഞ്ഞു അമേരിക്ക. ട്രംപ് ഇപ്പോൾ മലക്കം പറഞ്ഞിട്ട് ട്രംപ് പറയുന്നു ഞങ്ങൾ ഇടപെട്ട് തീർക്കേണ്ട പ്രശ്നമൊന്നുമില്ല, മഹാനായ മുനീറും മഹാനായ ഷഹബാസ് ഷെരീഫും ഞാൻ ഏറെ ബഹുമാനിക്കുന്നവരാണ്, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവരത് തീർത്തോളുമെന്നാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ട് അവരുടെ സമയം കളയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഇതിനിടയിൽ വളരെ കൗതുകകരമായ ഒരു വാർത്ത കൂടി ഇന്നലെ വന്നു. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഞങ്ങൾ ഇതിൽ ഇടപെട്ട് ഈ പ്രശ്നം തീർത്തു തരാമെന്ന്. അവരുടെ ഒരു പ്രശ്നം ഒരു വഴിക്ക് കിടക്കുന്നു, അത് എപ്പോഴും അടിവീഴുമെന്ന് അറിയില്ല. അപ്പൊ അവർ വന്നിട്ട് ഈ പ്രശ്നം മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടത്തിയപ്പോൾ ഇറാന്റെ മന്ത്രിയോടെ വന്നിരുന്നു ഞങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞു. ഇവിടെയും വന്നു, പാകിസ്ഥാനിലും പോയി. ഇറാന്റെ മന്ത്രി മാത്രമല്ല വേറെ ഖത്തറിന്റെ ആരൊക്കെ ഇവിടെ വന്നു, നമ്മളെ വന്നവരെയൊക്കെ ചായ കൊടുത്ത് വിട്ടു എന്നുള്ളത് നമ്മൾ അതിനകത്ത് ഡിസ്കഷൻ ഒന്നും പോയിരുന്നില്ല. സ്വാഭാവികമാണ് ഒരു മന്ത്രി വരട്ടെ എന്ന് ചോദിച്ചാൽ വരാൻ നമ്മൾ പറയും, വന്നിട്ട് അവർക്ക് പോകാം, അതിനകത്ത് അപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. അതുപോലത്തെ ഒരു നീക്കത്തിലാണ് ഇറാൻ പറയുന്നത്. കാരണം ഇറാൻ പറയുന്നത് ഇപ്പോൾ ഈ ആഗോളതലത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഭിന്നിച്ച് നിന്നാൽ അതൊരു വലിയ തിരിച്ചടിയാകും, പ്രത്യേകിച്ച് വിശുദ്ധ റംസാൻ മാസമാണ് ഇതെന്നൊക്കെയാണ് ഇറാൻ പറയുന്നത്. മതപരമായ കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇതേ കാര്യം തന്നെയാണ് അഫ്ഗാനും പറയുന്നത്. മതപരമായ ഒരു സമയം നിൽക്കുമ്പോൾ ആക്രമിക്കുന്നത് ശരിയാണ്, പക്ഷെ ആക്രമിച്ച് തിരിച്ചടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഏതായാലും യുദ്ധം തുറന്ന യുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്ലാമാബാദിൽ ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം ഡ്രോൺ ആക്രമണം ഉണ്ടായ സ്ഥിതിക്ക് പാകിസ്ഥാനെ സംബന്ധിച്ച് അന്തർദേശീയ തലത്തിൽ ഒരു നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ അവരൊരു വലിയ തിരിച്ചടി തന്നെ നൽകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇത് കലാശിക്കുന്നത്. ഏതായാലും നമ്മൾ ഇന്ത്യയും ഇസ്രായേലുമാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അത് പറയുന്നുണ്ട്. ഇന്ത്യയുടെ ആയുധങ്ങളാണ് ഇനി വരാൻ പോകുന്ന ഒരു വലിയ വാർത്ത ഉണ്ട്, അത് നമുക്ക് ഇപ്പോഴേ പറഞ്ഞേക്കാം. ഈ ഡ്രോണുകളൊക്കെ ഇന്ത്യ നിർമ്മിച്ചതാണെന്നോ ഇല്ല ഇസ്രായേലിന്റെ സഹായത്തോടെ നിർമ്മിച്ചതാണെന്നോ കൂടാണ് ഇനി അടുത്ത വാർത്ത വരാൻ പോകുന്നത്. അത് അധികം സമയമൊന്നും ഇല്ല, അത് വരാൻ സാധ്യതയുണ്ട്. കാരണം ചൈനയും ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ചൈനയുടെ വലിയ സഹായം ഈ അഫ്ഗാനിസ്ഥാനുണ്ട്. അപ്പൊ ചൈനയുടെ ആര് നിർമ്മിച്ചു എങ്ങനെയാണെന്നുള്ളതല്ലല്ലോ. ഇനി അതിന്റെ ഒരു ഇന്നലെ ടൈംസ് നൗവിന്റെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ വീണ ഡ്രോൺസിന്റെ ഒന്നും ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരിപ്പോഴേ തന്നെ അതിനൊരു തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും ഒക്കെ ഇന്ത്യയുടെ തലയിലും ഇസ്രായേലിന്റെ തലയിലും ഇപ്പോഴത്തെ സാഹചര്യം, കാരണം നരേന്ദ്രമോദി 2 ദിവസം മുമ്പ് ഇസ്രായേലിൽ പോയതുകൊണ്ട് അത് മിക്കവാറും ഇന്ത്യയുടെ ഇസ്രായേലിന്റെ തലയ്ക്ക് വരാനുള്ള സാധ്യത. പിന്നെ സമയം കിട്ടിയാൽ ചൈനയ്ക്കും കൂടി ഇച്ചിരി കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ, അത് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അഫ്ഗാനിസ്ഥാൻ പഴയ അഫ്ഗാനിസ്ഥാനുമല്ല. ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തെ ഇപ്പൊ ആദ്യമായിട്ടല്ല അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. പലപ്പോഴായിട്ട് നടക്കുന്ന സംഘർഷമാണ്. 2006 മുതൽ നടക്കുന്ന സംഘർഷങ്ങളാണ്, പുതിയതൊന്നും അല്ല. ഇതിന്റെ ഇടയ്ക്ക് ഇവർ ഒന്നടിക്കും, പിന്നെ അടയം പീരയും കണക്ക് വരും, പിന്നെ അടിക്കും, പിന്നെ ഇങ്ങനത്തെ ഒരു രീതിയാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇത്തവണത്തെ സംഘർഷത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത്തവണത്തെ സംഘർഷത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. കാരണം ഇപ്പുറത്തെ സൈഡിൽ നമ്മളും അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം കൂടി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ അല്പം വ്യത്യാസമുണ്ട്, പഴയ അടി പോലെയല്ല. പണ്ട് ഈ ഡുറന്റ് ലൈനിന് വേണ്ടിയിട്ടുള്ള 2216 കിലോമീറ്റർ അതിർത്തിയാണ്. ഇതിനു വേണ്ടിയിട്ട് പണ്ടും അടിയൊക്കെ നടന്നിട്ടുണ്ട്, ഒരുപാട് തവണ അടി നടന്നിട്ടുണ്ട്. ഇവർ ഇണങ്ങിയിട്ടുണ്ട്. താലിബാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള രാജ്യം, ആദ്യം അംഗീകരിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, അറബി നാറ്റോ ഇവിടെ പാകിസ്ഥാനെ സഹായിക്കേണ്ടവരാണ്, അവര് എത്തിയിട്ടില്ല. സൗദി ഇടപെടാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് ഇടപെടുക എന്ന് പറഞ്ഞാൽ ഇത് എവിടെയും മെരുങ്ങുന്നതല്ല, അതാണ് പ്രശ്നം. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ അഭിമാനം പണയം വെച്ച് മുൻപോട്ട് പോവുക എന്നുള്ളത് അവർ ഇതുവരെ കെട്ടിപ്പൊക്കി ഭരിച്ചുകൊണ്ട് വന്ന താലിബാൻ ഭരണകൂടത്തിന് നാണക്കേടാണ്. അതവരൊരിക്കലും ചെയ്യില്ല. പിന്നെ പൊതുവെ ഈ 2 വിഭാഗം ജനങ്ങളും തമ്മിൽ ഭയങ്കര കടുത്ത ശത്രുത നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യുദ്ധം മുൻപോട്ട് പോവുക തന്നെയാണ്. ഇനി ഇത് എത്രത്തോളം വലുതാകും, ഇനി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒരു മുന്നറിയിപ്പാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് വെറുമൊരു സംഘർഷമല്ല, ഇത് പ്രദേശത്തെ പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ മാത്രം ഒതുങ്ങില്ല, ഇത് പ്രദേശത്തെ പല സ്ഥലങ്ങളിലും. എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ കൂടി പിന്തുണയോടുകൂടി തന്നെ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുക. കാരണം അഫ്ഗാനിസ്ഥാൻ ഇറാന് തുറന്നൊരു പിന്തുണ കൊടുത്ത രാജ്യമാണ്. പരസ്യമായി തന്നെ ഇറാനെ ഞങ്ങൾ പിന്തുണയ്ക്കും, അമേരിക്കക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്ന് പറഞ്ഞ രാജ്യമാണ്. അപ്പൊ ഈ അഫ്ഗാനിസ്ഥാനെ തളച്ചിടാൻ വേണ്ടിയിട്ടാണോ ഈ നീക്കമെന്നും കൂടി നമുക്ക് ശ്രദ്ധേയമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പാക് ബുദ്ധിയിൽ വിരിഞ്ഞു നിന്നാകാം. കാരണം അമേരിക്ക കൂടി ഈ അപ്പുറത്ത് ഇറാനെ അടിക്കാൻ കാത്തിരിക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രീതി പിടിച്ചു പറ്റാനും ഞങ്ങൾക്കൊരു സഹായം എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല. ഏതായാലും ഇപ്പൊ തീ കൊണ്ട് തലചൊറിയുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്.